ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. കേൾക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. ഷെയർ ചെയ്യുന്നത് ക്ലിയർ ആണോ? അതിന്റെ റിപ്ലൈ തന്നെ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. സ്ക്രീൻ ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോൺ കോഡ് എന്ന് പറയുന്ന സെഷനാണ്. ഫോൺ കോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് PSC റിലേറ്റഡായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് അതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള സെക്ഷനാണ് ഫോൺ കോഡ്. ബേസിക്കലി ഗ്രാമർ സെഷൻ കൂടെയാണ്. ഒരു ഇംഗ്ലീഷ് PSCയിൽ ഇംഗ്ലീഷ് വരുന്ന ശരിക്കും പറഞ്ഞിരിക്കുന്നത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ഗ്രാമർ സെഷൻ, അതുപോലെ തന്നെ ഒരു വൊക്കാബുലറി സെഷനുമാണ്. വൊക്കാബുലറി സെഷനിലാണ് നമ്മൾ ഒരുപാട് ആന്റോണിംസ്, സിനോണിംസ്, പ്രോവർബ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ശരിക്കും ഒരുപാട് ടേംസ് ഞങ്ങൾക്ക് പഠിക്കുന്നത് ശരിക്കും വൊക്കാബുലറി സെഷനിലാണ്. കോൺകോഡ് മുതലുള്ള ആ ഒരു സെഷനാണ് ശരിക്കും ഗ്രാമർ സെഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ പിന്നെ ഗ്രാമർ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ഗ്രാമറിന്റെ സ്പെല്ലിംഗ് എന്താ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ട, ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അല്ലെങ്കിൽ തോന്നുന്നത് അത് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ്. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഞാനത് ചോദിക്കാനുള്ള കാരണം പലർക്കും കണ്ടിട്ടുണ്ട് GR ഇന്ത്യൻ PR എന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രാമറിന്റെ സ്പെല്ലിംഗ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ദ അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ സബ്ജക്ട് ആൻഡ് വെർബ് ഈസ് കോൾഡ് കോൺകോഡ്. ഇംഗ്ലീഷ് ഭാഷയിലെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വെർബ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു നിയമത്തിനെയാണ് കോൺകോഡ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡെഫിനേഷൻ ചോദിക്കുന്നവരെ കണ്ടിട്ടില്ല. നമുക്ക് ഇതിനെ തുടർന്നിട്ടുള്ള 22 കണ്ടീഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ കാണിക്കാം. എന്നിട്ട് ഫസ്റ്റ് മുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റെപ്പ് ഇതൊക്കെയാണ് 28 ടോട്ടലായിട്ട് വരുന്നത്. അതിൽ നമുക്ക് കുറെ ടേംസ് പഠിക്കാനുണ്ട്. അതിനനുസരിച്ചിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പൊസസീവ് അഡ്ജക്റ്റീവ്സ്, കുറെ വേർഡ്സ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PSC എക്സാംസിൽ എന്തായാലും ഒരു 2 മാർക്ക് അല്ലെങ്കിൽ പക്ഷെ 3 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വായിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ കോൺട്രോൾ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. നമുക്ക് ഇപ്പൊ കാണുമ്പോൾ പെട്ടെന്ന് തോന്നില്ല ഇത് ക്വസ്റ്റ്യൻ മാത്രം തോന്നില്ല. ഇത് കൃത്യമായിട്ട് 22 റൂൾസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ ഫസ്റ്റ് വണ്ണോട്ട് പറക്കുകയാണ്. ദ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. ഇതിന്റെ കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായപ്പോൾ അതായത് ബൈ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ വെക്കേണ്ട ആ ഒരു ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് സിംഗുലർ ആയിട്ടുള്ള വെർബ് വരുമ്പോൾ, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട് വരുമ്പോൾ അതിന്റെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അതിനുള്ള പ്രസന്റ് ടെൻസിലാണ് ഈ ഒരു കണ്ടീഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്ന് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയുന്നുണ്ട്. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ, ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. ഹി സിംഗ്സ് സോങ്സ്, പാട്ട് പാടുകയായിരുന്നു. ഇറ്റ് വർക്ക്സ് വെൽ, ഇതുമായി വർക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഈ ഹീഷി അതുപോലെ തന്നെ അയ്യു ദേവി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ നമ്മൾ കാര്യങ്ങൾക്കൊക്കെ പോയവരുണ്ടാവാം. അതുപോലെ തന്നെ പണ്ടൊക്കെ ഇതിന്റെ കുറച്ച് എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ടാവും. അയ്യു ദേവി എന്ന് പറയുന്ന അയ്യു ദേവി അതാണ് കൂടുതല്. അതുപോലെ തന്നെ ഹീഷി ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു സെഷനാണ്, ആ ഒരു 3 വേർഡ്സിനെയാണ് നമ്മൾ സിംഗുലർ ആയിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് the first person I, we, the second person you and the third person plural they എന്നിവയുടെ കൂടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഐ എന്ന് പറയുന്നത് ഞാൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനെ കൂടി ഉദ്ദേശിച്ചിട്ടായാലും ഐ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റീഡ്സ് എന്നുള്ളതല്ല, റീഡ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. അതായത് റീഡ് എന്ന് പറയുന്നത് ഇവിടെ പ്ലൂറൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്.
They read newspaper. They എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് മനസ്സിലാകും. They എന്ന് പറയുന്നത് അവർ കൂടുതൽ ആൾക്കാരെ ഉപയോഗിച്ചാണ് പറയുന്നത്. They read newspaper. We play football. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു. ഞങ്ങൾ ഓൾറെഡി പ്ലൂറലായിരിക്കും. ഇതിലെപ്പോഴും നമുക്ക് പെട്ടെന്നുള്ള കൺഫ്യൂഷൻ വരിക ഐ ആൻഡ് യു ആണ്. ഐ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ, യു എന്ന് പറയുന്നത് നീ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത് തോന്നുന്നു. ബട്ട് ഇത് രണ്ടും നമുക്ക് പ്ലൂറൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ രണ്ട് വേർഡ്സ് വരുമ്പോഴും വെർബ് വരേണ്ടത് പ്ലൂറലാണ്. അതുകൊണ്ടാണ് ഇവിടെ വർക്ക് എന്ന് റീഡിന് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ കേസ് തരാമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും എന്റർടൈൻമെന്റ് ഫീൽഡ് ഇഷ്ടപ്പെടുന്ന പറഞ്ഞല്ലാകും. ഇതൊരു സിനിമയില് ഇത് വന്നിട്ടുണ്ട്. KGF പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. KGF ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? KGF ഉണ്ടാവില്ല. എല്ലാവരും സ്ക്രീൻ ഓൺ ചെയ്തിട്ട് പോയി കിടന്ന് പറയുന്നത്. KGF കണ്ടിട്ടില്ല. ഓക്കെ. KGF എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പടം ഇറങ്ങിയത്. യെസ്, ഓക്കെ. KGF എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് സ്വർണവും അതുമായി ബന്ധപ്പെട്ട കുറെ ബിസിനസ്, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ ഉൾക്കൊണ്ട ഒരു പടമായിരുന്നു KGF. അപ്പോ അതിന്റെ ഫുൾ ഫോം, KGF ഫുൾ ഫോം പഠിച്ചിരുന്നു. നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷെ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. പോളാർ ഗോൾഡ്ഫീൽഡ് എന്നാണ് KGF ഫുൾ ഫോം. അപ്പൊ അതിന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ ഡയലോഗ് കാണിച്ചു തരാം. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിനക്ക് ഒരു പക്ഷെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഡയലോഗ് ആ ഒരു സിനിമയിൽ നിന്നുള്ള ഡയലോഗാണ്. അതില് പറയുന്ന വളരെ പഞ്ചുള്ള ഡയലോഗാണ്. പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ്. ഇതൊരു 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്ന് എനിക്കൊന്ന് പറയാമോ? ഇതിൽ നിങ്ങൾ 1, 2, 3, 4 അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. ഇതിൽ ഏതാണ് റെഡി ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു റൂളോട് അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് വെച്ചത്. ഞാൻ വിചാരിച്ചത് ആരെങ്കിലും ഒരു 1-2 പേരെങ്കിലും ഈ പടം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ പടത്തെ കുറിച്ച് ഫോക്കസ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താലും കാണാം. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നില്ലേ? ഞാൻ കോൺകോർഡിന്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റില്ല. സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നു, കാണുന്നില്ല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ കോൺകോർഡിന്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നു, അത് കാണാൻ പറ്റിയിരുന്നു. ഇപ്പൊ ഉള്ള ഈ ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ഒരു സ്ക്രീൻ ഷെയർ ഓൾറെഡി ഷെയർഡ് ആണ്. കോൺകോഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അത് കാണുന്നുണ്ടോ? ഹെഡിങ് കോൺകോഡ് എന്ന് തന്നെ വരുന്നതാണ്. ഒന്ന് റിപ്ലൈ ആവുമോ? കാണുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിയില്ല, ഞാൻ ചെക്ക് ചെയ്തോട്ടെ. ഇപ്പൊ കാണുന്നുണ്ടോ? ഷെയർ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നിങ്ങളിപ്പോ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോയായിരുന്നു ഒരു 22 പോയിന്റ്സ്. അപ്പൊ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ,
ഇതിലിപ്പോ കോൺകോഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് 22 പോയിന്റ്സ് ഉണ്ട്. എന്നിപ്പോ ഇത് സ്ക്രോൾ ചെയ്ത സമയം പറയുന്നില്ല. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഹി റീഡ്സ് ന്യൂസ് പേപ്പർ, ഷീ സിംഗ്സ് സോങ്സ്, ഇറ്റ് വർക്ക്സ് വെൽ. അതിന്റെ സെക്കൻഡ് റൂൾ ആയിട്ടുള്ളതാണ് ദ ഫസ്റ്റ് പേഴ്സൺസ് ഐ, വി, ദ സെക്കൻഡ് പേഴ്സൺ യു ആൻഡ് ദ തേർഡ് പേഴ്സൺ പ്ലൂറൽ ദേ എന്നിവയുടെ കൂടെ പ്ലൂറൽ വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിൽ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരിക ഐയും യുവും സിംഗുലർ ആണോ എന്നുള്ളതാണ് പലർക്കും ഡൗട്ട് വരിക. ഐ ആൻഡ് യു എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടും സിംഗുലർ ആയിട്ടൊക്കെ വരാറുണ്ട്. ഇവിടെ ഇത് പ്ലൂറൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഐ റീഡ് ന്യൂസ് പേപ്പർ, ദേ റീഡ് ന്യൂസ് പേപ്പർ, വി പ്ലേ ഫുട്ബോൾ. അതായത് ന്യൂസ് പേപ്പർ വായിക്കുന്നു, അവർ ന്യൂസ് പേപ്പർ വായിക്കുന്നു, ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു, യു വർക്ക് ഹാർഡ്, നീ അധ്വാനിച്ച് പണി ചെയ്യുന്നു. അത്തരത്തിലുള്ള അർത്ഥങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സെന്റൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. ഞങ്ങൾ പെട്ടെന്ന് വായിച്ചു നോക്കിയിട്ട് അതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ള ഇതിനുള്ള ഒരു അസംഷൻ ഒന്ന് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വായിച്ചിട്ട് അതിൽ ഏതാണ് ശരി എന്ന് പറയാൻ 1, 2 അങ്ങനെ ഏതാണെങ്കിൽ ആ നമ്പർ ടൈപ്പ് ചെയ്തത്. Powerful people comes from powerful places. Powerful people comes from powerful places. Powerful people come from powerful places. Powerful people comes from powerful places. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഫസ്റ്റ് വേർഡ് എല്ലാത്തിലും കോമൺ ആണ്, സെയിം ആണ്, മാറ്റമൊന്നുമില്ല. ലാസ്റ്റ് 3 വേർഡ്സും എല്ലാത്തിലും സെയിം ആണ്. ഈ പീപ്പിൾ അതുപോലെ തന്നെ കം, ഈ 2 വാക്കുകളിലുള്ള എന്തോ ഒരു സംഭവമാണ് ഇവിടെ കറക്റ്റ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് ഡിഫൈൻ ചെയ്തത്. അത് ഏതാണെന്നതൊന്ന് നോക്കിയിട്ട് പറയാം. എനിക്ക് ഈ സ്ക്രീൻ കാണുന്നില്ലേ? നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ലൈവ് ആയിരിക്കട്ടെ. എനിക്ക് പെട്ടെന്ന് ആക്സസ് ഉണ്ടോ അതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടോ അറിയാം. നിങ്ങൾക്ക് നിങ്ങൾ വായിക്കാനുള്ള ടൈമിലാണോ വരുന്നത് അതൊക്കെ അറിയാൻ പറ്റും. 2 ഓക്കെ, കാണുന്നത് മനസ്സിലായി, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത്? ഓക്കെ, ഇവിടെ 2 പേര് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഇവിടെ അത് തെറ്റാണ്. ഓപ്ഷൻ 2 അല്ല വരിക. ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞുതരാം. ആദ്യം കറക്റ്റ് ആൻസർ പറയാം. പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ് എന്നുള്ളതാണ് അതിന്റെ റൈറ്റ് ആൻസർ. ഇനി അതിന്റെ കാരണം ആദ്യം പറയാം. പീപ്പിൾ എന്ന് പറയുന്നത് ഇവിടെ പ്ലൂറൽ ആണ്. പീപ്പിൾ എന്ന് പറയുന്ന പ്ലൂറൽ സബ്സ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ അവിടെ വരുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കും. അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഏതായിരുന്നു ഐയും പേരും എന്ന് പറയുന്നത് ആ അതിന്റെ ആ സബ്ജക്റ്റിന്റെ ഒപ്പം വരേണ്ടത് പ്ലൂറൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് കം എന്ന് പറയുന്ന ആ ഒരു പ്ലൂറൽ ആയിട്ടുള്ള വേർഡാണ് വരേണ്ടത്. ഇനി ഫസ്റ്റ് വണ്ണിൽ നമുക്ക് ഇവിടെ എന്താ വന്നിട്ടുള്ളത്? പീപ്പിൾ എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പീപ്പിൾ എന്ന് വന്നാൽ പോലും ഇവിടെ വെർബ് വന്നിട്ടുള്ളത് കംസ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റിൽ വരുന്ന സിംഗുലർ വെർബ് ഫോം ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് തെറ്റാണ്. രണ്ടാമത് വന്നിട്ടുള്ളത് പവർഫുൾ പീപ്പിൾസ് കംസ് ഫ്രം പവർഫുൾ പ്ലേസസ് ആണ്. നമ്മൾ നോർമലായിട്ട് പ്ലൂറൽ ആയിട്ടുള്ള പെൻ യൂസ് ചെയ്യുന്നത് പീപ്പിൾ എന്നാണ്. അതായത് പീപ്പിൾസ് എന്നല്ല, പീപ്പിൾസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല, പീപ്പിൾ എന്നാണ് യൂസ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പീപ്പിൾസ് എന്ന് പറയുന്ന വേർഡ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ കൂടാതെ യെസിന്റെ ആവശ്യം വരുന്നില്ല. ഒരു എന്ററിയർ തെറ്റായിട്ടൊരു സെന്റൻസ് ആണ്. പിന്നെ പവർഫുൾ പീപ്പിൾ കംസ്, ഇവിടെയും ഇത് തെറ്റാണ്, സിംഗുലർ ആവുന്നുള്ളത്. ഓക്കെ, അതായത് ഫസ്റ്റ് തന്നെ സിംഗിൾ റിപ്പീറ്റേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ കറക്റ്റ് ആ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ് എന്നുള്ളതാണ്. അപ്പൊ ഈ സെന്റൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. KGF ഒക്കെ ഉണ്ടാക്കി മനസ്സിലോട്ട് നിൽക്കും, കാരണം അത്ര ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് പറയുന്ന കണ്ടീഷൻ, രണ്ട് സബ്ജക്ട്സിന് സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ ഏത് തന്നെ ആയിക്കോട്ടെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ അവയോടൊപ്പം ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ രണ്ട് സെന്റൻസുകളിനെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യേണ്ടത്. രാഷൻ ആൻഡ് ശിവൻ ആർ ടീച്ചേഴ്സ്, മാംഗോസ് ആൻഡ് ഓറഞ്ചസ് ആർ അവൈലബിൾ ഹിയർ. സിമ്പിൾ ആണ്, കാര്യം മനസ്സിലായി കാണും. രാജനും ശിവനും അധ്യാപകരാണ്. മാംഗോസ് ആൻഡ് ഓറഞ്ചസ് ആർ അവൈലബിൾ ഹിയർ. മാങ്ങയും ഓറഞ്ചും ഇവിടെ അവൈലബിൾ ആണ്, ഇവിടെ കിട്ടുന്ന പഴങ്ങളാണ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ കാര്യം, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തതിലോട്ട് കിടക്കുവാണ്, കാരണം ആൻഡിന്റെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ചിന്തിക്കേണ്ട രീതിയിലുള്ള മറ്റു രണ്ട് പോയിന്റ്സ് ആണ് അടുത്തതായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അടുത്തതിലോട്ട് കിടക്കുന്നത്. നാലാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഇത് കുറച്ച് സ്പെഷ്യൽ കണ്ടീഷൻസ് ആണെങ്കിൽ പറയാൻ പോകുന്ന, എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോകുന്ന ഈ വാചകങ്ങൾ തന്നെ എപ്പോഴെങ്കിലും മനസ്സിൽ ഓർത്ത് വെക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ റിവൈസ് ചെയ്ത് നോക്കുക. പുസ്തകം ഒന്നും കണ്ട റിവൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ടീ ബ്രേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഈ വാചകങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് മനസ്സിലൊന്നും ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്, മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ ഹാസ് കം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിപ്പോ എന്താണ് സംഭവം പോകും. കാരണം മൈ ഗ്രാൻഡ് ഫാദർ എന്റെ ഒരു റിഫ്ലക്ഷൻ, ഗാർഡിയൻ നമ്മുടെ ഒരു എന്താ പറയുക സംരക്ഷകനാണെന്നുണ്ടെങ്കിൽ നമ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഗാർഡിയൻ എന്ന് പറയുന്നത്. അത് പേരൻസ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ, അതാണ് ഗാർഡിയൻ ഉദ്ദേശിക്കുന്നത്. ഹാസ് കം, ഇവിടെ ഈ ഗ്രാൻഡ് ഫാദർ എന്നും അതുപോലെ തന്നെ ഗാർഡിയൻ എന്നും ഒരേ വ്യക്തിയെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ വ്യക്തിയാണ്. വ്യക്തികൾ ഇവിടെ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗാർഡിയൻ കൊണ്ട് രണ്ട് വ്യക്തികളല്ല വരുന്നത്. ഒറ്റ വ്യക്തിയായിട്ട് വരുമ്പോൾ അവിടെ എന്താ വരേണ്ടത്? പ്ലൂറൽ അല്ല ശരിക്കും, അവിടെ സിംഗുലർ ആണ്. സിംഗുലർ ആയി വരുമ്പോൾ ഇവിടെ ഹാസ് കം എന്നുള്ളതാണ് വരേണ്ടത്. ഓക്കെ, ഇതിന്റെ തന്നെ ഈ ഹാവ് വരുന്ന അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് തൊട്ട് താഴെ വരുന്നത്. അതിന്റെ ഈ ND എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ കഴിഞ്ഞിട്ടുള്ളത് പറയാം. ND എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബ്രിവേഷൻ ആണ്. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ചെറുപ്പം തൊട്ട് ബുക്കിലൊക്കെ ND എന്ന് എഴുതിക്കുക, ആ ഒരു ഇതുണ്ടാവും. ND എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട ബെന എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ നേരത്തെ രാജി എന്തോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്, അത് പറഞ്ഞപ്പോ ടൈപ്പ് ചെയ്താൽ ഞാൻ വിചാരിക്കുന്നു. പവർഫുൾ പീപ്പിൾ കം ഫ്രം ആണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ND എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോട്ട ബെനെ എന്നുള്ളതാണ് ഈ ND എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈക്വൽ നോട്ടീസ് എന്നുള്ള അർത്ഥത്തിലാണ് ND എന്നുള്ളത് ഉപയോഗിക്കുക. ഇതൊരു അബ്രിവേഷൻ ആണ്. ഒരു പക്ഷേ ഇംഗ്ലീഷ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് അബ്രിവേഷൻസ്, കോമൺ അബ്രിവേഷൻസ് ഒരുപക്ഷെ ചോദിക്കാറുണ്ട്. ഇപ്പോ ഡിഗ്രി ലെവൽ എക്സാമിന്റെ അത് സിലബസിന്റെ ഈ ഭാഗമാണ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞു മാത്രം. അപ്പൊ ഇവിടെ വരുന്നത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം എന്നാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. രണ്ട് സെയിം തന്നെയാണല്ലോ, പിന്നെ എന്താണ് അവിടെ ഹാസ്, ഇവിടെ ഹാവ് തോന്നുന്നുണ്ടാവും. അതിന്റെ ഡിഫറൻസ് ആണ് അടുത്ത് പറയുന്നത്. ഇവിടെ മൈ ഗ്രാൻഡ് ഫാദർ എന്നാണ് ഇവിടെ മൈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. ഈ രണ്ട് സെഷൻ കോമൺ, മാറ്റമൊന്നുമില്ല. ആൻഡ് ഗാർഡിയൻ ഹാസ് കം ആണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ടുള്ളത് ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം എന്നാണ് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ മൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്റെ എന്ന് പറയുന്ന വാക്ക് ഇതിന്റെ ഫസ്റ്റ് സെഷനിലുണ്ട്, ഈ സെക്കൻഡ് സെക്ഷനിലുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഈ രണ്ട് ഭാഗത്തും മൈ എന്ന് വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന വ്യക്തി ഒരാളാണ്. അതേസമയം എന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയാണ്. രണ്ടും ഒരാളിനെ അല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് കം എന്ന് പറയുന്നത് വന്നത്. ഇവിടെ ഗ്രാൻഡ് ഫാദറും ഗാർഡിയനും രണ്ട് വ്യക്തികളാണ്.
ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ മൈ എന്ന് പറയുന്ന വാക്ക് മാത്രം വരുമ്പോഴാണോ ഇവിടെ പ്ലൂറലായി വരുന്നത്? വേറെ ഏതെങ്കിലും വാക്കുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലൂറലായിട്ട് വരും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ടാവുക. അതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. എന്നാൽ ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ ഈസ് ആബ്സെന്റ്. ഇവിടെ സെക്രട്ടറിയും ട്രഷററും ഒരേ വ്യക്തി തന്നെയാണ്. അതിനാൽ വെർബ് സിംഗുലർ ആയിരിക്കണം. കണ്ടോ, ഇവിടെ ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ. കാരണം ആൻഡ് കഴിഞ്ഞ് അതിനെ തുടർന്ന് അപ്പോൾ തന്നെ വരുന്നത് ആ സബ്ജക്റ്റ് ആവുന്നതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്നാണ് വരിക. അപ്പോ ഇവിടെ സിംഗുലർ വെർബാണ് വന്നിട്ടുള്ളത്. അതേസമയം ഇതിന്റെ പ്ലൂറൽ ഫോമിലോട്ട് കൺവേർട്ട് ആകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ ആർ ആബ്സെന്റ്. ഇവിടെ ദ വന്നിട്ടുണ്ട്. ഇവിടെ ആൻഡിനെ തുറന്നിട്ടും ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്ലൂറൽ ആണ് വരുന്നത്. ഇനി അതിന്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഈ ആൻഡിനെ തുറന്നിട്ട് ആർട്ടിക്കിൾസോ അല്ലെന്നുണ്ടെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സോ വരികയാണ് എങ്കിൽ അവിടെ നമുക്കത് പ്ലൂറൽ ആയിട്ടാണ് വരിക. അതേസമയം ആർട്ടിക്കിൾസോ പൊസസീവ് അഡ്ജക്റ്റീവ്സോ ഉപയോഗിക്കാതെ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് അതിനെ തുറന്നപ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ സിംഗുലർ ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ആർട്ടിക്കിൾസ് ഏതാണെന്നുള്ള അറിയുന്നുണ്ടായിരിക്കും. എ ആൻഡ് ദ, ഇത് മൂന്നുമാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അല്ലെ. എയും ആനും ദയും. ആൻഡ് അല്ലാട്ടോ, എ ആൻഡ് ദ. ഓക്കെ, ഇത് മൂന്നുമാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ 3, 6, 7 വേർഡ്സ് ആണ് പഠിക്കാനുള്ളത്. മൈ എന്റെ, അവർ ഞങ്ങളുടെ, യുവർ നിങ്ങളുടെ, ഹിസ് അവന്റെ, ഹെർ അവളുടെ, ഇറ്റ്സ് ഇതിന്റെ, ദയർ അവരുടെ. അപ്പൊ ഈ വരുന്ന 7 വേർഡ്സ് ആണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ തുടർന്ന് അവിടെ ആർട്ടിക്കിൾസോ അല്ലാതെ കൂടാതെ ഈ പറയുന്ന പൊസസീവ് അഡ്ജക്റ്റീവ്സോ വരികയാണ് എങ്കിൽ അവിടെ നമ്മൾ പ്ലൂറൽ ഫോമാണ് വെർബിന് യൂസ് ചെയ്യേണ്ടത്. അതാണ് ഈ 4ാമത്തെ കണ്ടീഷൻ പറഞ്ഞത്. 5ാമത്തെ കണ്ടീഷനോട് പോവാണ്. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത 2 സബ്ജക്ട്സ് ഒരേ ആശയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. എക്സാമ്പിൾ പറയാൻ, ടൈം ആൻഡ് ടൈം വെയിറ്റ്സ് ഫോർ നോ മാൻ. ഇതൊരു പ്രോവർബാണ്. ഈ പ്രോവർബ് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഇതിൽ വെയിറ്റ്സ് ആണോ, വെയിറ്റ് ആണോ, ടൈം ആൻഡ് ടൈംസ് എന്നാണോ, അത്തരത്തിലുള്ള രീതികൾ വരാറുണ്ട്. അപ്പൊ ഈ പ്രോവർബ് അതുപോലെ തന്നെ നീ കാണാപ്പാഠം പഠിച്ചു വെക്കുക. ഒരു വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. നോ മാൻ എന്നുള്ളത് നോമാൻ അങ്ങനെ തന്നെയാണ്. ചിലതില് നോമാൻ വരെ വേറെ എന്തൊക്കെയോ വരാറുണ്ട്, ഓർക്കുന്നില്ല. എന്നിരുന്നാ പോലും ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോമാൻ. അതായത് സമയവും തിരമാലയും ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. കാരണം രണ്ടും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സംഭവം അല്ല എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. പിന്നെ വരുന്നതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇതിൽ പറയുന്ന പോലെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി കുറച്ചും കൂടെ. ആദ്യത്തെ ഒരു പ്രോവർബ് പോലത്തെയാണ്. അത് കുറച്ചുകൂടി മനസ്സിലായി കാണും. പക്ഷെ കേട്ടതുകൊണ്ടായിരിക്കാം. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുള്ളത് ഒരേ അർത്ഥത്തിലാണ്. അതായത് ബ്രെഡും ബട്ടറും കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ്, ആ അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വരുന്ന രണ്ടും കൂടി ഒന്നായി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഇവിടെ ഈസ്, അതായത് രണ്ടായിട്ടല്ല കാണുന്നത്. ബ്രെഡ് വേറൊരു പ്രൊഡക്റ്റാണ്, ബട്ടർ മറ്റൊരു പ്രൊഡക്റ്റാണ്. എന്നിരുന്നാൽ പോലും ഇത് രണ്ടും ഒന്നായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈസ് എന്ന് പറയുന്ന വെർബ് ഇവിടെ വന്നിട്ടുള്ളത്, ഓപ്ഷണൽ വെർബ് വന്നിട്ടുള്ളത്. ഇവിടെ റൊട്ടിയെയും വെണ്ണയെയും ഒന്നായി കാണുന്നു. അതിനാൽ ബ്രെഡ് ആൻഡ് ബട്ടർ ഏകവചനമായി ഉപയോഗിച്ചിരിക്കും. എന്നാൽ ഇവയെ രണ്ടായി കാണുകയാണെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ ബഹുവചനമായി മാറുന്നു. അപ്പൊ ഈ രണ്ടായി കാണുന്ന ഒരു കണ്ടീഷനാണ് അടുത്ത കൂടുതൽ എക്സാമ്പിൾ. ദ ബ്രെഡ് ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ദാറ്റ് ഷോപ്പ് ആർ ഇൻ എ ഗുഡ് ക്വാളിറ്റി. ബ്രെഡും ബട്ടറും ഞാൻ ആ കടയിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല ക്വാളിറ്റിയിലുള്ളതാണ് എന്നാണ് ഈ വാചകം. ഇവിടെ ആൻഡിന് ശേഷം ബട്ടർ തന്നെ വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെയുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ യൂസ് ചെയ്ത് ശ്രമിക്കാം. പക്ഷെ ദ ബ്രെഡ് എന്ന് പറയുന്ന ആ ഒരു ടൈം ബ്രെഡിനെ മാത്രമായിട്ടും ബട്ടർ എന്ന് പറയുന്നത് വേറെ ആയിട്ടും കടയിൽ നിന്ന് മേടിച്ചതാണ്. ഒരുമിച്ചൊരു കവറിലെ മേടിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ട് പ്രൊഡക്ട്സ് ആയി മേടിച്ചതാണ് ഇന്നത്തെ വില വരുന്നത്. കാരണം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഞാൻ ക്ലാസ് ബൈക്ക് എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു ഒരുപാട് സബ് റൂൾസും കാര്യങ്ങളുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. ഒരു വാക്ക് തന്നെ പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് എന്തായി പറയാനുള്ള സംശയങ്ങൾ ചെയ്യിപ്പിക്കാം. പക്ഷെ അതിന്റെ കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം.
ഇവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ രണ്ട് പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ആർ ഇൻ ക്വാളിറ്റി ആറാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതേസമയം രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ബ്രെഡിൽ ബട്ടർ യൂസ് തേച്ച് പിടിപ്പിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അതിനെ സിംഗിൾ ഒറ്റ പീസായിട്ട് കണക്കാക്കുന്നത് ആ പ്രവർത്തനങ്ങളുടെ ഈസ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. ക്ലിയർ ആയി കാണുന്നു വിശ്വസിക്കുന്നു. ഞാൻ ആറാമത്തെ പോയിന്റിലോട്ട് കിടക്കുകയാണ്. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുൻപിൽ ഈച്ച്, എവരി, നോ എന്നിവയും ഏതെങ്കിലും വരികയാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ്. അതായത് ആൻഡ് ഉപയോഗിച്ച് ഇതേപോലെ തന്നെ കൂട്ടിച്ചേർക്കുന്ന വാചകങ്ങൾ വരുമ്പോൾ അവയിൽ നാമങ്ങളുടെ മുൻപിലായിട്ട് ഈച്ച് അല്ലെങ്കിൽ എവരി അല്ലെങ്കിൽ നോ ഇവയിൽ ഏതെങ്കിലും വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്ന ഈ 6, 7, 8, 9 ഇത്രയും കണ്ടീഷൻസ്, ഈ 4 റൂൾസ് വരുന്നത് വെർബ് സിംഗുലർ ആയിരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ പറയുന്ന ഈ പോയിന്റ്സ് ഈച്ച്, എവരി, നോ, അതുപോലെ തന്നെ അടുത്തതിൽ പറയുന്ന ഈ ഫസ്റ്റ് വരുന്ന കുറച്ചൊരു 12 വാക്കുകളുണ്ട്. നിങ്ങൾ 12 നോക്കി വെച്ചിട്ടുള്ളതാണ്. 12 വേർഡ്സ് ഉണ്ട് ഈ 12 വാക്കുകൾ. അതുപോലെ തന്നെ ഈ അടുത്ത 8ാമത്തെ റൂളിൽ പറയുന്ന ഇതുപോലെ തന്നെ കുറച്ചൊരു 5-6 പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങള് പിന്നെ ജെറണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ പറയാം. പോലും ജെറണ്ട് ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ വെർബ് സിംഗുലർ ആണ് ആവേണ്ടത്. അപ്പൊ അതിൽ ആദ്യത്തെ സിംഗിൾ ആവേണ്ട കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന നാമങ്ങളുടെ മുമ്പിൽ ഈച്ച്, എവരി, നോ ഇവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ അവിടെ വെർബ് സിംഗുലർ ആയിരുന്നു. അടുത്തത് 7ാമത്തെ കണ്ടീഷനിലോട്ട് പോവാണ്. 7ാമത്തെ റൂള് ഐദർ, നൈദർ, ഈച്ച്, എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, എനിബഡി, എനിവൺ, നോബഡി, നോവൺ, നൺ. ഈ 12 വേർഡ്സ് എന്നിവയുടെ കൂടെ സിംഗുലർ ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, ഐദർ ഓഫ് ദം ഈസ് ഇൻവൈറ്റഡ് ടു ദി ഷോ, എവരിബഡി ഹാസ് കം ടു ദി ക്ലാസ്. അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഐദർ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്, അതിനെ തുടർന്ന് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വേർബ്. ഇതാണ് അതിന്റെ ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും വേർഡ്സ് വരുമ്പോൾ അതിനെ തുറന്നിട്ട് അവിടെ വരേണ്ട നമുക്കിപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും മിക്കവാറും വരിക. ഐദർ ഓഫ് ദം ഡാഷ് ഇൻവൈറ്റഡ് ടു ദി ഷോ. ഈസ് ഉണ്ടാവും, വാസ് ഉണ്ടാവും, ഹാവ് ഉണ്ടാവും, ഹാസ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്കത് വായിച്ച് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ഓക്സിലറി വേർഡോടെ കൊടുക്കാൻ സാധിച്ചു നമുക്കൊരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നേരത്തെ എക്സാമ്പിൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ച് അവിടെ ഒരു ഡാഷ് മാത്രമായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSC എക്സാംസ് കാണാറുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഉറപ്പ് പറയാണ്, നിങ്ങൾ കോൺകോഡ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് PSC എക്സാംസ് ഒരു 1-2 മാർക്ക് കരസ്ഥമാക്കാൻ വരുന്നൊരു സംശയമില്ല. കാരണം നിങ്ങൾക്ക് എന്തായാലും ഇന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈവൻ ഇപ്പോ റാങ്ക് ഫൈറ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലുണ്ടാവും ചെറിയ ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞിട്ട്. ഓക്കെ, 8ാമത്തെ ആ ഒരു പോയിന്റിലോട്ട് കടക്കുകയാണ്. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെന്റ്, പീരീഡ് ഓഫ് ടൈം എന്നിവയുടെ കൂടെ സിംഗുലർ വേർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഒരു ഡിസ്റ്റൻസ്, ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റൻസ്, ഇതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഏത് തരം ഡിസ്റ്റൻസും ആകാം. ഞാനിവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയുന്നത് മാത്രം. ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, അതിനാവശ്യമായി വരുന്ന സമയം, അതിനാവശ്യമായിട്ട് വരുന്ന പണച്ചെലവ്, ഒരു യാത്രയ്ക്ക് പോകുന്ന നമ്മുടെ കയ്യിൽ കാശ് ചെലവാകും. എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെന്റ്. ക്വാണ്ടിറ്റി അളവ് അല്ലെങ്കിൽ മെഷർമെന്റ്, രണ്ട് അർത്ഥം ഏകദേശം സെയിമാണ്. ക്വാണ്ടിറ്റി ഓർ മെഷർമെന്റ്. ഓക്കെ, പീരീഡ് ഓഫ് ടൈം, ഏകദേശം ആവശ്യമായി വരുന്ന സമയം. ഇത്രയും കാര്യങ്ങളുടെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിളിലോട്ട് കിടക്കാം. 5 kilometers ഈസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. 5 കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയ ഒരു ദൂരമല്ല എന്നർത്ഥം. 50 rupees ഈസ് ഇനഫ് ഫോർ എ ലഞ്ച്. ഒരു ഉച്ചഭക്ഷണത്തിന്, ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം. മോർണിംഗിൽ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, വൈകുന്നേരം കഴിക്കുന്നത് ഡിന്നർ ആണ്. ഓക്കെ, ഡിന്നറിനെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഭക്ഷണം എന്നെങ്കിലും പറയാറുണ്ട്. അങ്ങനെ ഡിന്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാറുള്ളത് അതിന്റെ ഒരു സെൻസ് എന്ന് പറയുന്നത് വൈകുന്നേരത്തെ ഭക്ഷണത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 10 kilos ഓഫ് റൈസ് ഈസ് നോട്ട് ഹെവി ടു ബി ലിഫ്റ്റഡ്. 10 കിലോ അരി എന്ന് പറയുന്നത് ലിഫ്റ്റ് ചെയ്തതായിട്ട് താങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കാത്ത അത്ര വലിയ ഭാരമുള്ള ഒരു ഇതല്ല. അതാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 years is necessary to prepare for civil service examination. ഓക്കെ, 2 വർഷം അത്യാവശ്യമാണ് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്.
2 വർഷം സംശയമുള്ള കാര്യമാണ്. ആണ്. അതായത് 2 വർഷം തോന്നുന്നില്ല. 2 വർഷം PSC പോലും വേണമെന്ന് നമുക്ക് പറയാറ്. അത് എല്ലാ കാര്യങ്ങളെയും നമ്മളുടെ ഹാർഡ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. എത്ര സമയം ഏകദേശം വേണ്ടി വരുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല, ക്വാളിറ്റി ആണ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ പഠിക്കാനായിട്ട് എത്ര ജോലി ചെയ്യുന്നതാണ്, എത്ര എഫർട്ട് കൊടുക്കുന്നു, ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിന്റെ ഒരു കാര്യം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് 9ാമത്തെ പോയിന്റ് കിടക്കാണ്. ഒരു സെന്റൻസിൽ ജറണ്ട് സബ്ജക്റ്റ് ആയി വരുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കും. ജറണ്ട് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് കടന്നു വരേണ്ടത് ഒറ്റ കാര്യമാണ്, ING ഫോം ഓഫ് വെർബ്. അതായത് ഒരു വെർബിന്റെ ING ഫോമിനെയാണ് ജറണ്ട് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ജറണ്ടാണ് സബ്ജക്റ്റ് ആയി വരുന്നതെങ്കിൽ ജറണ്ടാണ് സബ്ജക്റ്റ് ആയി വരുന്നത് എങ്കിൽ അവിടെയും നമുക്കൊരു വ്യത്യാസമുണ്ട്. സിംഗുലർ വെർബ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ സെന്റൻസുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. Flying with mad dogs is very dangerous. മാഡ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപാടമാണ് മനസ്സിലാണ്. മാഡ് എന്ന് പറയുന്നത് ഈ ഭ്രാന്ത് തുടങ്ങിയ ഭ്രാന്ത് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. Flying with mad dogs is very dangerous. Is ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. സിംഗുലർ ആണ് പറഞ്ഞിട്ടുള്ളത്. Smoking inside the buses is punishable. വലിയ സെന്റൻസിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി കാണുന്നതാണ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യും. അവിടെ എന്താ, സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് അല്ലേ. അപ്പൊ അവിടെ രണ്ടിടത്തും ഈ ING ഫോമോ ലൈ കളിക്കുന്നു, സ്മോക്കിംഗ് വരിക്കുന്നു. രണ്ടും എന്താ, വെർബ് പ്ലസ് ING ഫോമോ. ഇതിനെയാണ് ഈ ജെറണ്ട് എന്ന് പറയുന്നത്. ജെറണ്ട് നമുക്ക് വേറെ പ്രത്യേകമായിട്ട് പഠിക്കാനുണ്ട്. ജെറണ്ട് ആൻഡ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ആ ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. കുറെ വേർഡ്സ് എവിടേക്കാണ് ജെറണ്ട് യൂസ് ചെയ്യേണ്ടത്, അതായത് ING ഫോം ഓഫ് വെർബ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടു വെച്ചിട്ട് നമ്മൾ വെർബ് ആഡ് ചെയ്യേണ്ടത് എവിടേക്കാണ്. ഈ ഒന്നുമില്ലാതെ V1 ഫോം മാത്രമായിട്ട് വെർബിന്റെ V1 ഫോം മാത്രമായിട്ട് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് ആയിട്ടാണെന്നുള്ള രീതിയിൽ ഒരു ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട് എന്ന് പറയുന്ന സെഷൻ വേറെയാണ്. ഓക്കെ, അപ്പൊ ഈ 4 കണ്ടീഷൻസ് ഇപ്പോൾ സിംഗുലറിന്റെ മാത്രമാണ് പറഞ്ഞത്. അതൊന്നും കൂടെ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ താഴെ മുന്നോട്ട് കിടക്കും. ഓക്കെ, അതൊന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന വാചകങ്ങളുടെ അല്ലെങ്കിൽ ഒരു നാമങ്ങളുടെ മുമ്പിൽ ഈച്ച് എവരി നോ ഈ വാക്കുകളാണ് പഠിച്ചു വെക്കേണ്ടത്. അത് വരുമ്പോൾ അവിടെ നമ്മൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഐദർ നൈദർ, ഈച്ച്, എവരിവൺ എവരിബഡി, സംവൺ സംബഡി, എനിവൺ എനിബഡി, നോ വൺ നോബഡി. ഇവയുടെ കൂടെ സിംഗുലർ വെർബ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓഫ് മെഷർമെന്റ്, പീരീഡ് ഓഫ് ടൈം എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ജെറണ്ട് സബ്ജക്റ്റ് ആയിരുമ്പോഴും സിംഗുലർ വെർബ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് വരുന്ന പ്രത്യേക കണ്ടീഷൻസ് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിലെ ഒരു വാചകത്തിന്റെ ഫസ്റ്റ് സെഷൻ അല്ലെങ്കിൽ സെക്കൻഡ് സെഷൻ ഡിപ്പെൻസ് അപ്പാണ്. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്ത് അതിനെ തുറന്നിട്ടാണ് ഏതാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെർബ് യൂസ് ചെയ്യണം. അത്തരത്തിലുള്ള 2 കണ്ടീഷൻസ് ആണ്. അപ്പൊ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല, ഞാൻ വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ആസ് വെൽ ആസ്, വിത്ത്, along with, together with, in addition to, in the company of, accompanied by, rather than, like, unlike, as much as, besides തുടങ്ങിയവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് 2 സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ക്ലിയർ ആയി കാണില്ല എന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾ കിടക്കുന്നത് ക്ലിയർ ആകും. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇതിന്റെ എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ ആസ് നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുള്ള ആ വേർഡ് ആണ്. ആസ് വെൽ ആസ് 2 other ministers is visiting the place today. ഓക്കെ, ദ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് എന്താ, ഒരു മുഖ്യമന്ത്രി. ആസ് വെൽ ആസ് അള്ളപ്പൻഡന്റ് 2 other ministers, മറ്റു 2 മന്ത്രിമാരും കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് PSC എക്സാമിന് ഉദ്ദേശിക്കുന്നത് ഈ ഈസിന്റെ സ്പേസിലുള്ള ഈ ഒരു ഡാഷ് മാത്രമാണ്. ഇവിടെ ഈ ഈസ് ഉണ്ടാവില്ല. ഈ ഈസ് വാസ് ആസ് തുടങ്ങിയ ഓക്സിലറി വെബ്സും മറ്റും കൊടുത്തിട്ട് ബ്രാക്കറ്റിലായിരിക്കും. അവിടെ നിങ്ങൾ പെട്ടുപോകും പെട്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആസ് വെൽ ആസ് എന്ന് പറയുന്നത് വരുമ്പോൾ അത് വെച്ച് വാചകങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആദ്യത്തെ സബ്ജക്ട് ഏതാ, ദ ചീഫ് മിനിസ്റ്റർ, അതൊരു സബ്ജക്റ്റ് ആണ്. 2 മിനിസ്റ്റേഴ്സ്, 2 other ministers, മറ്റു 2 മന്ത്രിമാരുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള റോൾ പ്രകാരം
ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് ആദ്യത്തെ സബ്ജക്റ്റ് എന്താ മുഖ്യമന്ത്രി, ഒരു ഒറ്റ വ്യക്തിയാണ് മുഖ്യമന്ത്രി. അങ്ങനെ വരുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ വെർബ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന വെർബ് ഏതാ? ഈസ് എന്നുള്ളത്. മിനിസ്റ്റേഴ്സ് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് തോന്നായി മന്ത്രിമാരാണല്ലോ, മന്ത്രിമാർ എന്ന് പറയുമ്പോൾ അത് വെർബ് സബ്ജക്ട് പ്ലൂറൽ ആണല്ലോ, അപ്പൊ വെർബ് പ്ലൂറൽ വെക്കേണ്ടത് എന്നത് തോന്നുന്നു. അതിനാണ് എന്ത് വേണ്ടത്? ഈ പറയുന്ന ആദ്യമുള്ള കോൺട്രാക്ട് വാക്കുകൾ പരിശോധിക്കുക. ഈ വാക്കുകൾ ടെസ്റ്റ് ലെവലിലാണ് മനസ്സിലാവും. ഫസ്റ്റ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ബാക്ക് വെക്കേണ്ട സെന്റൻസ് ആണ്. ക്ലിയർ ആയി മനസ്സിലാക്കണം. അതിലെ ഒരു കൺഫ്യൂഷൻ പിന്നെ വരാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിലെ മറ്റോ എന്തെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. എനിവേ ഇതെന്തായാലും നിങ്ങൾക്ക് PDF ഷെയർ ചെയ്യും. ഒരു പക്ഷെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചു പോയവരുണ്ടാകാം. എന്തായാലും PDF കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. ഇത് എക്സ്റ്റൻഡ്ലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് കോൺടൂർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി പഠിച്ചിട്ടുണ്ടാവുന്നത്. അടുത്തൊരു എക്സാമ്പിൾ, ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദ ടീച്ചർ ഹാവ് എൻജോയ്ഡ് ദ ക്ലാസ് റൂം. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആവുന്നുള്ളത്. നേരത്തെ രണ്ടാമത്തെ സെഷനിലെ പ്ലൂറൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളത് ഫസ്റ്റ് സെഷനിലാണ് പ്ലൂറൽ വന്നിട്ടുള്ളത്. സെക്കൻഡ് സെഷനിൽ വന്നിട്ടുള്ളത് എന്താ? ടീച്ചർ എന്ന ടീച്ചർമാർക്ക് സിംഗുലർ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് കൺഫ്യൂസിങ് ഫാക്ടർ ആയിട്ട് വരും. ഇവിടെ വരുന്നത് സ്റ്റുഡൻസ് എന്നാ വന്നിട്ടുള്ളത്. ഫസ്റ്റ് സെഷൻ പ്ലൂറൽ ആണ്. പ്ലൂറൽ ആകുമ്പോൾ എന്താ? ഇവിടെ വന്നിട്ടുള്ള വെർബും പ്ലൂറൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഹാവ് എൻജോയ്ഡ് ദ ക്ലാസ് റൂം ഫസ്റ്റ് സെഷനിൽ ഡിപ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ എന്ത് വരും? ഹാസാ വരേണ്ടത്. പക്ഷെ നമ്മുടെ ആസ് പെർ റൂൾ, ആസ് പെർ ലോ വന്നിട്ടുള്ളത് ഫസ്റ്റ് സെഷൻ സ്റ്റുഡൻസ് പ്ലൂറൽ. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പ്ലൂറലാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നത്, ഹരി അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ്. ഇവിടെ എന്താ? ഹരി അലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ആദ്യത്തെ രീതിയിലുള്ള അതേ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. ഹരി സിംഗുലർ ആണ്, ഹിസ് ഫ്രണ്ട്സ് പ്ലൂറൽ ആണ്. പക്ഷെ നമ്മുടെ കണ്ടീഷൻ എന്താ? അലോങ് വിത്ത് എന്നുള്ള സംഭവമാണ് വന്നിട്ടുള്ളത്. അലോങ് വിത്ത് ഇവിടെ മൂന്നാമതായിട്ട് വന്നിട്ടുള്ള ടേമാണ് അലോങ് വിത്ത്. അപ്പോ ഈ മൂന്നാമത്തെ ടേമാണ് അലോങ് വിത്ത് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് വെർബ് യൂസ് ചെയ്യേണ്ടത്. ഹരി സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ ഈസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത 11ാമത്തെ റൂളിലോട്ട് കടക്കുകയാണ്. ഓർ ഐദർ, ഓർ എന്ന് പറയുന്ന ഒരു വേർഡാണ്. ഓർ, ഐദർ ഓർ, നൈദർ നോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ച് രണ്ട് സബ്ജക്ട്സിനെ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിച്ചായിരിക്കണം വെർബ് ഉപയോഗിക്കേണ്ടത്. ഇതുവരെ പറഞ്ഞത് ഫസ്റ്റ് സെഷനിൽ ഉള്ള സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വെർബ് വെക്കേണ്ട കണ്ടീഷൻ ആണെങ്കിൽ ഈ 11ാമത്തെ റൂളിൽ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ 4 വാക്കുകൾ ഓർ, ഐദറോ, നൈദർ നോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇവ വരുമ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെർബ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. Neither the chairman nor the members have come. Neither the chairman എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയർമാൻ മാത്രമേ ഉള്ളൂ, സിംഗുലർ ആണ്. നോർ ദ മെമ്പേഴ്സ്, അതായത് അതുമായി ബന്ധപ്പെട്ട ആ കൗൺസിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. രണ്ടാമത്തെ സെഷൻ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ വെർബ് വരുന്നത്. മെമ്പേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് കം. അടുത്ത എക്സാമ്പിൾ, നോട്ട് ഓൺലി ദ മെമ്പേഴ്സ് ബട്ട് ഓൾസോ ദ ചെയർമാൻ. ഇതേ വാചകം തന്നെ ഫസ്റ്റ് വന്നിട്ട സെന്റൻസിന്റെ വൈസ് വേഴ്സ, അതായത് തിരിഞ്ഞു വരുന്ന ഫോമുല വന്നിട്ടുള്ളത്. നോട്ട് ഓൺലി ദ മെമ്പേഴ്സ് മാത്രമല്ല ചെയർമാൻ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ചെയർമാൻ സിംഗുലർ ആണ്, അതുകൊണ്ട് വെർബ് വന്നിട്ടുള്ളത് ഹാസ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. സിംഗുലർ വെർബിനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 10ഉം 11ഉം ജസ്റ്റ് വൈസ് വേഴ്സയാണ്. ഫസ്റ്റ് വരുന്നത് ആദ്യത്തെ സബ്ജക്റ്റിൽ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കുറച്ച് കണ്ടീഷൻസും, പിന്നെ പറഞ്ഞ ഈ 11 വന്നിട്ടുള്ളത് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് ഏതാണ് സബ്ജക്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വെർബ് വെക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, 12ാമത്തെ റൂളിലോട്ട് കടക്കാണ്. കാറ്റിൽ, കാവലറി, ക്ലർജി, ജനറി, പീപ്പിൾ, പോലീസ്, പൗൾട്രി എന്നിവ ഒറ്റ നോട്ടത്തിൽ സിംഗുലർ ആയി തോന്നും എന്നുണ്ടെങ്കിലും ഇവയുടെ കൂടെ പ്ലൂറൽ ആണ് ഉപയോഗിക്കേണ്ടത്. പ്രകാരമാണ് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് ഇവരെ പരിഗണിക്കുന്നത്. ഓക്കെ, അതിനാൽ ഇവയുടെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കാനായിട്ട് അതിന്റെ എക്സാമ്പിൾ അതിന് പറയാം. അത് ഞാൻ ഡീറ്റെയിൽ ആക്കി തരാം. ദ കാറ്റിൽ ആർ ഗ്രേസിംഗ് ദ ഫീൽഡ്. കാറ്റിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കന്നുകാലികൾ തുടങ്ങിയവയാണ് ഉദ്ദേശിക്കുന്നത്. അവ പാടത്ത് മേഞ്ഞുകൊണ്ടിരിക്കും. ദ പോലീസ് ഹാവ് അറസ്റ്റഡ് മീ. പോലീസ് ആളെ അറസ്റ്റ് ചെയ്തു. ദ വേർഡ് പബ്ലിക് ഈസ് യൂസ്ഡ് വേറൊരു കണ്ടീഷൻ ആണ്. അതിന്റെ റിലേഷൻ ഡീവിയേഷൻസ് ഉണ്ടാവും.
ഈ പബ്ലിക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ സിംഗുലർ ആയിട്ടും അതുപോലെ തന്നെ പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാറുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് സെന്റൻസ് മെച്ചത്തിൽ വരുമ്പോഴാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടില്ല. ഇത് പറഞ്ഞാൽ ഈ കാറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽക്കാലി കൂട്ടം, കാവലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരപ്പട്ടം എന്ന് അർത്ഥം, ഗർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈദികരാണ്, പള്ളിയിലച്ചന്മാരോ മറ്റു വേറെ ഏതെങ്കിലും തരത്തിലുള്ള സന്യാസികളോ അത്തരത്തിലുള്ള അർത്ഥത്തിലാണ്. സെർജി എന്ന് പറയുന്നത് ജനറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുലീന വർഗം, കുറച്ച് എന്താ പറയാ മായന്മാർ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക കുലീന വർഗത്തിൽ. പീപ്പിൾ ഞാൻ പറഞ്ഞിരുന്നത് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളാണ്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഓക്കെ, പീപ്പിൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. പോലീസ്, പോലീസ് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. പോലീസ് എന്ന് പറയുന്നത് PSC പലപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിച്ച് കൺഫ്യൂഷൻ എടുപ്പിക്കുന്ന ഒരു വേർഡ് ആണ് പോലീസ്. പോലീസുകാർ എന്നാണ് നമ്മൾ പറയാ. ഈ പോലീസുകാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസുകാരെന്നും പറയാറുണ്ട്, പോലീസുകാരെന്നും പറയാറുണ്ട്. പക്ഷെ പോലീസിന്റെ കാറിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. പോലീസുകാർ വരുന്ന കാർ കാറുണ്ട് അല്ലെ? പോലീസുകാരുടെ കാറിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. പോലീസുകാരാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ പോലീസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ, ഹാവ് അത്തരത്തിലുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഓപ്ഷൻ വെർബ്സ് ആണ് യൂസ് ചെയ്യേണ്ടി വരിക. പോലീസുകാരുടെ കാർ ഏതാ? ഇന്നോവ കാർ കേട്ടോ. പോലീസുകാരുടെ കാർ ഇന്നോവ കാർ. ഓക്കെ, പൗൾട്രി, പൗൾട്രി എന്ന് പറയുന്നത് കോഴി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളർത്തുന്ന ആ രീതിയിലുള്ള സംഭവമാണ് പൗൾട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൽ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് പോലീസായിരുന്നാണ് ഞാൻ അതിന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. പോലീസുകാരുടെ വണ്ടി ഇന്നോവ കാറാണ്, പോലീസുകാരാണ്, പോലീസുകാര്. അതുകൊണ്ട് തന്നെ അവിടെ പ്ലൂറലാണ് യൂസ് ചെയ്യേണ്ടത്. പോലീസുകാർ, പോലീസ് ആർ അല്ലെങ്കിൽ ഹാവ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത് 13ാമത്തെ കണ്ടീഷൻ. അതിൽ പറയുന്നത് ഇപ്പൊ പറഞ്ഞത് എന്താ? കാണുമ്പോൾ നമുക്ക് സിംഗുലർ ആണെന്ന് തോന്നുമെങ്കിലും അത് പ്ലൂറൽ ആണെന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി കാണുമ്പോൾ നമുക്കത് സിംഗുലർ ആയി തോന്നുമെങ്കിലും പക്ഷെ പ്ലൂറൽ ആണെന്നുള്ള മാറ്റമുള്ളൊരു കണ്ടീഷനാണ് അടുത്ത് പറയുന്നത്. കാണുമ്പോൾ സബ്ജക്ട്സ് പ്ലൂറലായി തോന്നാമെങ്കിലും ഇവയെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ന്യൂസ്, ന്യൂസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ന്യൂസിന്റെ പ്രസ് ഉണ്ടല്ലോ, അത് പ്ലൂറൽ അല്ലെന്ന് തോന്നും. പക്ഷെ പ്ലൂറൽ അല്ല, സിംഗുലർ ആണ്. ഓക്കെ, സിംഗുലർ ആയിട്ടാണ് ഇവ പരിഗണിക്കുന്നത്. ആ കണ്ടീഷൻസ് ആണ് ന്യൂസ്. സമ്മോൺസ്, സമ്മോൺസ് എന്ന് പറഞ്ഞാൽ കൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്രോസ് റോഡ്സ്, വേജസ്, വേജസ് എന്നുണ്ടെങ്കിൽ കൂലി കൊടുക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വേജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്. കാരണം ഇതൊക്കെ പറയാൻ കാരണം എസ് ചേർത്തിട്ടുണ്ടാവും. എസ് ചേർത്തിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിന്റെ എസ് ചേർത്തിട്ടുണ്ടെങ്കിൽ പ്ലൂറലാണെന്ന് നമുക്ക് മനസ്സിലാവുക. പിന്നെ വരുന്നത് ഡിസീസസ്, രോഗങ്ങളായിട്ടുള്ള മീസൽസ്, മംസ്, റിക്കറ്റ്സ്. ഇതിൽ മീസൽസ് എന്ന് പറഞ്ഞാൽ 5ാം പനി എന്നാണ് അർത്ഥം. മംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടിരീരി എന്ന് പറയും. റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണരോഗം എന്ന് പറഞ്ഞിട്ട് രോഗമുണ്ട്. ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും കണരോഗം. റിക്കറ്റ്സ് എന്ന് പറയുന്നത് കണരോഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ സബ്ജക്ട്സ് പ്ലൂറലായി തോന്നുന്നുണ്ടെങ്കിൽ ഇവയെ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത് എന്നതിനാൽ ഇവയുടെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിള്, ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. സിൻ എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിന്റെ ഫലം മരണമാണ്. ഒരു ഇതാണ് ശരിക്കൊരു പ്രോവർബ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അറിവ്. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. ഓക്കെ, ബാഡ് ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ്. നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അത് സ്പ്രെഡ് ആവുന്നതിന് പെട്ടെന്ന് തന്നെ ബാഡ് ന്യൂസ് സ്പ്രെഡ് ആവുന്നതാണ് ബാഡ് ന്യൂസ് ട്രാവൽസ് ഫാസ്റ്റ് അല്ലെ? കിംവദന്തികളും ദുഷ്പ്രചാരണങ്ങളുമാണ് വളരെ പെട്ടെന്ന് പ്രചരിക്കുക. അതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വേർഡ്സ് കൃത്യമായി പഠിച്ചു വെക്കണം. ഈ റൂൾസിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കൊടുത്തിട്ടുള്ള വേറെ വേർഡ്സുകൾ ഉണ്ടായിരിക്കും. മേ ബി അത് സബ്ജക്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അത്തരത്തിലുള്ള വേർഡ്സുകളൊക്കെ കൃത്യമായി പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് പേപ്പറിൽ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അപ്പൊ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ കേട്ടിട്ടുള്ളതായിട്ട് തോന്നും, പക്ഷെ ഏത് അപ്ലൈ ചെയ്യണം, ഏത് വെർബാണൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ല കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഡീസെന്റേറ്റഡ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത ഒരു 14ാമത്തെ റൂളിലോട്ട് ഞാൻ കടക്കാണ്. സിസേഴ്സ്, charms, spectacles, pliers, trousers, pants, jeans, pajamas, shoes, socks, gloves, binoculars തുടങ്ങിയവയെ പ്ലൂറലായി പരിഗണിക്കുന്നതിനാൽ ഇവയുടെ കൂടെ ഉപയോഗിക്കുന്ന വെർബും പ്ലൂറലായിരിക്കണം. ഓക്കെ, ഇതൊക്കെ എന്താ പ്ലൂറലാണ്. ഇതിന്റെ ഒപ്പം എസ് ഉണ്ട്, അതിന് പ്ലൂറലാണ്. പക്ഷെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്സും മാത്തമാറ്റിക്സും കാര്യങ്ങളൊന്നും നമുക്ക് പ്ലൂറലാണെന്ന് പറയരുത്. വേറെയാണ്, അത് സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷെ ഇവിടെ വരുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ, സീസേഴ്സ് കത്രിക, ടോംസ് എന്ന് പറയുന്നത് ചവണ എന്ന് പറയും, സ്പെക്ടക്കിൾസ് കണ്ണടകൾ, കണ്ണടകൾ നല്ല കണ്ണട, പക്ഷെ ഞാൻ പ്ലൂറലായിട്ടാണ് എടുക്കുന്നത്. പ്ലയേഴ്സ്,
ട്രൗസേഴ്സ്, പാൻസ്, ജീൻസ്, സ്പൈഡർ മാസ്ക്, ഷൂസ്, സോക്സ്, ഗ്ലൗസ്, ബൈനോക്കുലേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്ലൂറലായിട്ടാണ് പരിഗണിക്കുന്നത്. അതിനാൽ ഇവയുടെ കൂടെ ഉപയോഗിക്കുന്ന വെർബും പ്ലൂറലായിരിക്കും. ഓക്കെ അല്ലേ? എന്നാൽ ഇതിന് ചെറിയ ഡീവിയേഷൻ ഉണ്ട്. എന്നാൽ ഇവയുടെ മുമ്പിൽ എ പെയർ ഓഫ് എന്നുള്ള ഒരു വേർഡ് ചേർത്തിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് സിംഗുലർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതായത് നോർമൽ എന്ന് നമ്മൾ പറയാം ഷൂസ് എന്നാണ് പറയുന്നത്. അതേസമയം എ പെയർ ഓഫ് ഷൂസ് ഹാസ് ബീൻ ബോട്ട് ഫോർ മൈ സൺ. ഞാൻ എന്റെ മകന് വേണ്ടിയിട്ടാണ് ആ പെയർ ഷൂ മേടിച്ചിട്ടുള്ള പത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ എ പെയർ ഓഫ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഈ ഒരു ഷൂസിന്റെ മുന്നിൽ കയറിയപ്പോൾ അതവിടെ എന്തായി മാറി? അതവിടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷനായിട്ട് മാറി. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് സിംഗുലർ ആയിട്ട് വരുമ്പോൾ എന്താ വരുന്നത്? Those spectacles are of no use to. Those spectacles എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്പെക്ടക്കിൾസ് എന്ന് പറയുന്നത് ആറാണ്, പ്ലൂറലായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് പാൻസ് ആർ വെരി ഗുഡ് ഫോർ വൈറ്റ് ഷർട്ട്. വൈറ്റ് ഷർട്ട് ഇടുമ്പോൾ ബ്ലാക്ക് പാൻസ് നല്ലതാണ്. ആർക്കാണ് നല്ലത്? ബ്ലാക്ക് പാൻസ് ആർ, അതായത് പ്ലൂറലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ 15-ാമത്തത് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് വലിയൊരു കാറ്റഗറിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡെഡിക്കേറ്റഡ് പഠിക്കാനുള്ള അത്രയും കളക്റ്റീവ് നൗൺസ് ഉണ്ട് ഇംഗ്ലീഷില്. അത് പലപ്പോഴും PSC എക്സാംസിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. അത് കളക്റ്റീവ് നൗൺസ് മാത്രമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വൊക്കാബുലറി വരുന്ന സെക്ഷനിലോ പിന്നീട് ക്ലാസ്സിൽ വരും. അത് കുറച്ചൊക്കെ നമുക്ക് ഒരു പക്ഷെ അറിയുന്നതായിരിക്കാം. ഒരു ഫോർ എക്സാമ്പിൾ പറയുന്ന പേരാണ് പ്രൈഡ് എന്ന് പറയുന്നത്. അതിനെ കൂട്ടത്തിന് പറയുന്നത് പ്രൈഡ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നാൽക്കാലികളുടെ കൂട്ടത്തിന് എന്നാണ് കോമായിട്ട് പറയാറ്. അതുപോലെ തന്നെ പങ്കാരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത്രയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കളക്റ്റീവ് നൗൺ പ്ലസ് നൗൺ അങ്ങനത്തെ ഒരു ഫോർമാറ്റ് വരുമ്പോൾ അവിടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അതൊരു ഗ്രൂപ്പ് ഓഫ് കാര്യത്തിനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവിടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ആണ് എ ഗ്രൂപ്പ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഹാസ് കം. ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ ഒന്നും ഇങ്ങോട്ടാണ് വരുന്നത്. എ ഗ്യാങ് ഓഫ് thieves ഹാസ് entered the bank. ഒരു കൂട്ടം കള്ളന്മാർ ബാങ്കിൽ അതിക്രമിച്ച് കയറി. അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കളക്റ്റീവ് നൗൺസ് വരുമ്പോൾ അവിടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഈ അടുത്തതായി വരുന്നത് ഇതുപോലെ തന്നെയുള്ള വേറൊരു കണ്ടീഷൻ ആണ്. അതിന്റെ കുറച്ച് ഡിഫറെന്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഹെഡ് ആൻഡ് ബട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഡീവിയേഷൻ ഉള്ള കണ്ടീഷനാണ്. ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ടീം അല്ലെങ്കിൽ ഒരു ജൂറി പാനൽ അല്ലെങ്കിൽ ഒരു കുടുംബം, ഫാമിലി തുടങ്ങിയ കളക്റ്റീവ് നൗൺസിന്റെ മുമ്പിൽ ചില അവസരങ്ങളിൽ സിംഗുലർ വെർബും ചില അവസരങ്ങളിൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കാര്യം കൊണ്ട് പറയുന്നത് ഒരു ടീമിനെ മൊത്തത്തിൽ സൂചിപ്പിക്കാനാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഒരു ഫാമിലിനെ മൊത്തത്തിൽ ആണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ ടീമിലെ അംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അതിനുള്ള എക്സാമ്പിൾ ആണ് പറയുന്നത് ദ കമ്മിറ്റി ഹാസ് ടേക്കൺ എ ഡിസിഷൻ യുനാനിമസ്ലി. യുനാനിമസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്യ കണ്ഠേന എന്ന അർത്ഥമാണ് വരുന്നത്. ഇവിടെ കമ്മിറ്റിയിൽ മൊത്തമായിട്ട് അവരെടുത്ത ഒരു തീരുമാനത്തെ കുറിച്ചാണ്. അതിനെ കുറിച്ച് പറയുമ്പോഴാണ് അവിടെ അതൊരു സിംഗുലർ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ഡിഫറെന്റ് ഒപ്പീനിയൻസ്. ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടാകുക ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുക്കാനും സാധ്യതയുണ്ട്. അതേസമയം തെറ്റിപ്പിരിയാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡിഫറെന്റ് ഒപ്പീനിയൻസ് വരുമ്പോൾ അത് തീരുമാനത്തിലെത്താതെ പോകാനും സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള തീരുമാനങ്ങളിലെത്താത്ത കണ്ടീഷൻസ് വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലൂറൽ വെർബ് രീതിയിലോട്ട് മാറും. അങ്ങനെ വരുമ്പോൾ അവിടെ ആർ എന്നുള്ള അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കമ്മിറ്റിയിലെ അംഗങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ പ്ലൂറൽ വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോ ഈ ഒരു സെന്റൻസിന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കണ്ടീഷൻസ്, പക്ഷെ ഒരു കുടുംബത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ടീം ഓഫ് അങ്ങനത്തെ ഗ്രൂപ്പിലത്തെ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ ആവാം. ജൂറിയുടെ തീരുമാനം ഇതുപോലെ തന്നെ ഡിഫറെന്റ് ആയിരുന്നു, അങ്ങനെ പലതുമായിരിക്കാം. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്ലൂറലായിട്ടും ജൂറിനെ കോമൺ ആയിട്ട് വരുന്ന ഒറ്റക്കെട്ടായിട്ട് വരുന്ന ഡിസിഷൻ അല്ലെങ്കിൽ ആ രീതിയിൽ വരുമ്പോൾ അതിനെ സിംഗുലർ ആയിട്ടും പരിഗണിക്കാം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് മോസ്റ്റ് ഓഫ്, എ ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, ഓൾ എന്നിവയ്ക്ക് ശേഷം കൗണ്ടബിൾ നൗൺ ആണ് വരുന്നത്.
വരുന്നത് എങ്കിൽ അവിടെ പ്ലൂറൽ വെർബ്. അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ അവിടെ സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാനായിട്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ റിപ്പോർട്ടഡ്. ലോട്ട് ഓഫ് വരുന്നു, വേക്കൻസി എണ്ണാൻ പറ്റുന്നതാണ് എന്ത് PSC എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, എത്ര വേക്കൻസികളുണ്ട്, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് PSC-യിൽ. ചിലത് PSC തന്നെ പറയാറുണ്ട് ഇത്ര വേക്കൻസി വരുന്നുണ്ടെന്ന്. വേക്കൻസി നമുക്ക് എണ്ണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ റിപ്പോർട്ടഡ് അതിന് പ്ലൂറലായി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേസമയം ഒരു പഞ്ചസാര തരയിൽ മാറില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലെന്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ്. പ്ലെന്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ്, അതായത് പഞ്ചസാര നഷ്ടപ്പെട്ടു നേരത്തെ വീട് പോയി മറ്റൊരു പ്ലെന്റി ഓഫ് ഷുഗർ ഈസ് ലോസ്റ്റ് എന്നുള്ള സംഭവം. ഓക്കെ, നമുക്ക് 18ാമത്തെ കണ്ടീഷനിലോട്ട് പോകാം. ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ തുടങ്ങിയ പദങ്ങൾക്ക് ശേഷം പ്ലൂറൽ വെർബ്സ് മാത്രമേ ഉപയോഗിക്കാവൂ. ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ തുടങ്ങിയ പദങ്ങൾക്ക് ശേഷം പ്ലൂറൽ വെർബ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. കുറച്ച് കുട്ടികൾ ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ളവരാണ്. അതിന് ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബോത്ത് ഓഫ് ദം ആർ കമ്മിങ് ഹിയർ. രണ്ട് രണ്ടുപേരും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർ എന്ന് പറയുന്ന യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞ കളക്റ്റീവ് പോലത്തെ മറ്റൊരു കണ്ടീഷനാണ്, അതായത് സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. വൺ ഓഫ് ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ വൺ ഓഫ് ദക്ക് ശേഷം പ്ലൂറൽ നൗൺ മാത്രമേ ഉപയോഗിക്കാവൂ. അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹിയർ. ഇവിടെ തെറ്റാൻ ചാൻസ് ഉള്ള പറഞ്ഞ കണ്ടീഷനാണ്. PSC റിപ്പീറ്റഡ് ചോദിച്ച് കിട്ടിയിട്ട് കണ്ടിട്ടുള്ളതാണ്. വൺ ഓഫ് ദ ബോയ്സ്, ബോയ്സ് എന്ന് പറയുന്നത് കാണുമ്പോൾ ഇവിടെ നമുക്ക് അത്രേ പെട്ടെന്ന് നോക്കി ക്യാച്ച് ചെയ്യാം പ്ലൂറൽ ആണല്ലോ തോന്നാം. പക്ഷെ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടിയിട്ടുണ്ട് വൺ ഓഫ് ദ. അതിനെ കുറിച്ച് പറയുന്നത് അവിടെ സിംഗുലർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എസ് ചേർത്ത് വന്നിട്ടുള്ള വെർബാണ് വന്നിട്ടുള്ളത്. വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹിയർ. ഓക്കെ, അവിടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ വൺ ഓഫ് ദക്കും പ്ലൂറൽ നൗണിന് ശേഷം ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ റിലേറ്റീവ് പ്രൊനൗണിനോട് ചേർന്ന് വരുന്ന വെർബ് പ്ലൂറലും അതിനുശേഷം വരുന്ന മെയിൻ വെർബ് സിംഗുലറുമായിരിക്കും. അതിലൂടെ ചെറിയ ഡീവിയേഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ വരുന്നു, ഓക്കെയാണ് ഇത് വരുന്നത്. അതിനുശേഷം ഒരു റിലേറ്റീവ് പ്രൊനൗൺ വരികയാണെങ്കിൽ, റിലേറ്റീവ് പ്രൊനൗൺ എന്താണെന്ന് ഇപ്പോൾ തന്നെ പറയും. പക്ഷെ റിലേറ്റീവ് പ്രൊനൗൺ വരികയാണെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന ആ ഒരു വെർബ് പ്ലൂറലും അതിനുശേഷം അല്ലെങ്കിൽ മെയിൻ വെർബും കൂടെ വരും. മെയിൻ വെർബ് വരുന്നത് സിംഗുലറുമായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് വൺ ഓഫ് ദ ബോയ്സ് ഹു കം ഹിയർ ഈസ് മൈ കസിൻ. ഓക്കെ, വൺ ഓഫ് ദ ബോയ്സ് ഹു കം ഹിയർ ഈസ് മൈ കസിൻ. കം എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്? പ്ലൂറലാണ്. എസ് വരുമ്പോഴാണ് സിംഗുലർ ആകുന്നത് അല്ലെ. കം എന്ന് പറയുന്നത് പ്ലൂറലാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന മെയിൻ വെർബ്, ഇവിടെ മെയിൻ വെർബ് ഏതാ? ഈസ് ആണ് വരുന്നത്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആയിരിക്കും വിശ്വസിക്കുന്നു. ഇനി അടുത്തത് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നത്. ദാറ്റ്, വാട്ട്, വിച്ച്, ഹു, ഹൂസ്, ഹൂം. ഇത്രയും കാര്യങ്ങൾ വരുന്നത് റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. 6 വേർഡ്സ് ആണുള്ളത്. ഈ 6 വേർഡ്സ് പഠിച്ചിരിക്കുക റിലേറ്റീവ് പ്രൊനൗൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ഡീവിയേഷൻ വരുന്നത്. ഇനി ഒരു 3 കണ്ടീഷനും കൂടെ ഉണ്ട്. അത് ഈ ഒരു കണ്ടീഷനിൽ തന്നെ 3ലും ചെറിയ ഒരു ഡീവിയേഷൻ കേസും കൂടി ഉള്ളതാണ്. അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് കഴിയും. നമുക്ക് കടക്കുകയാണ്. മെനി, എ ഗ്രൂപ്പ്, മെനി എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ ഇതിന്റെ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഡീവിയേഷൻ കേസും കൂടെ പറയാം. എന്നാൽ മെനി എ, ഇതിൽ പറഞ്ഞത് മെനി എ ഗ്രൂപ്പ് മെനി. മെനി എടുത്തു കഴിഞ്ഞാൽ മെനി എ ആണ് വരിക. മെനി എ വന്നു കഴിഞ്ഞാൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാവൂ. പ്ലൂറൽ നൗൺ പ്ലൂറൽ വെർബാണ് മെനി എ ഗ്രൂപ്പ് മെനിക്ക് വരുന്നത്. അതേസമയം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് മെനി എ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത്. ആദ്യത്തെ സെഷനിലെ എക്സാമ്പിൾ മെനി സ്റ്റുഡൻസ് ആർ പ്രസന്റ് ടുഡേ. കാരണം രണ്ടും പ്ലൂറലാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് പ്ലൂറലാണ്, ആറും പ്ലൂറലാണ്.
A good many teachers are the gifted word. നല്ല നല്ല ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വരത്തനാണ്. ഓക്കെ, അവിടെ ടീച്ചേഴ്സ് പ്ലൂറലാണ്, ആറും പ്ലൂറലാണ് വന്നിട്ടുള്ളത്. അപ്പോ മെനി ആയ ഗുഡ് മെനിക്ക് പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും. ഇനി അടുത്തത് സിംഗുലർ നൗണും സിംഗുലർ വെർബും വരുന്ന കണ്ടീഷനെ കുറിച്ച് പറയുന്നത്. മെനി എ സ്റ്റുഡന്റ് ഈസ് ഇൻഫോംഡ് ദി ക്ലാസ്. മെനി എ സ്റ്റുഡന്റ് ഇൻഫോംഡ് ദി ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എന്താ സിംഗുലർ എന്നുള്ള അർത്ഥത്തിലാണ്. സിംഗുലർ എന്നുള്ള സിംഗുലർ ആണ് അവിടെ വരുന്നത്, സ്റ്റുഡൻസ് എന്നുള്ളതാണ് അതിന്റെ പ്ലൂറൽ വരുന്നത്. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് വരുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ വെർബ് എന്ന് പറയുന്നത് ഈസ് എന്ന് പറയുന്നത് വരുന്നത് അല്ലെ. മെനി എ സ്റ്റുഡന്റ് ഈസ് ഇൻഫോംഡ് ദി ക്ലാസ്. ഓക്കെ, സിംഗുലർ നൗൺ സിംഗുലർ വെർബ്. ഈ കണ്ടീഷൻ മനസ്സിലാക്കിയാണ് വിശ്വസിക്കുന്നു. അടുത്തോട്ട് കടക്കുന്ന 21ാമത്തെ പോയിന്റ്. എ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ഉപയോഗിക്കണം. ക്രിട്ടിക്കൽ ട്രാൻസ്ഫർ കണ്ടീഷൻ ആണ്. കാരണം ഇതിന്റെ രണ്ട് സെക്ഷനിലും ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്, മാറ്റമുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കോളൂ. തെറ്റാൻ ക്യാൻസൽ ആണ് എ നമ്പർ ഓഫ് എന്ന് പറയുന്ന കണ്ടീഷൻ. എന്നാൽ അതിന്റെ ഡീവിയേഷൻ ഉള്ള കേസ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ, എ നമ്പർ ഓഫ് എന്ന് പറയുന്നത് വരുമ്പോൾ രണ്ടും പ്ലൂറലാണ്, പ്ലൂറൽ നൗൺ പ്ലൂറൽ വെർബ്. അതേസമയം ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ പറയാം. എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൺ പെർ. എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കള് ഫ്ലവേഴ്സ് 6, രണ്ടും പ്ലൂറൽ വന്നിട്ടുണ്ട്. കറക്റ്റ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അടുത്തതിൽ പറഞ്ഞത് പ്ലൂറൽ നൗൺ ആയിരിക്കും, സിംഗുലർ വെർബ് ആയിരിക്കും. ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്കറ്റ് ഈസ്. മാംഗോസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, പക്ഷെ അവിടെ വിളിച്ചിട്ടുള്ളത് വെർബ് സിംഗുലർ ആണ്. ഓക്കെ, ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്കറ്റ് ഈസ് 100. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. 22ാമത്തെ പോയിന്റ്, ദ ലാസ്റ്റ് വൺ, അതിലോട്ട് കിടക്കുകയാണ്. മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കണം. മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ, മോർ ദാൻ 1 month ഈസ് ഇനഫ് ടു പ്രിപ്പയർ ഫോർ LDPR എക്സാം. കറക്റ്റ് ടൈമാണ് LDPR എക്സാമിന്റെ കാര്യം വെച്ചിട്ടാണ്. മോർ ദാൻ 1 month ഈസ് ഇനഫ് ടു പ്രിപ്പയർ LDPR എക്സാം. ഇവിടെ മന്ത് എന്ന് പറയുന്നത് ഒരു മാസത്തെ കുറിച്ച് പറഞ്ഞത്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇവിടെ പറഞ്ഞ കണ്ടീഷനിലും സിംഗുലർ നൗൺ സിംഗുലർ വെർബ് കറക്റ്റ് ആണ്. എന്നാൽ മോർ ദാനിന് ശേഷം പ്ലൂറൽ നൗൺ ആണ് വെക്കേണ്ടത്. മോർ ദാൻ 1 അല്ല, വെറും മോർ ദാൻ എന്ന് പറയുന്നത് വരികയാണെങ്കിൽ അതിനുശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കേണ്ടത്. മോർ ദാൻ 2000 people have been included in the secretariat assistant list. 2000 കൂടുതൽ ആൾക്കാർ ഈ ലിസ്റ്റിൽ സെക്രട്ടറി അസിസ്റ്റന്റ് ലിസ്റ്റിൽ വന്നിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത്രയും മനസ്സിലാക്കാൻ നമുക്ക് ടോപ്പ് റാങ്ക് എക്സാമ്പിളൊക്കെ. ഓക്കെ, മോർ ദാൻ 2000 people have been included in the secretariat assistant list. ഇവിടെ വന്നിട്ടുള്ള എന്താ 2000 people അതിന്റെ പ്ലൂറൽ നൗണും അതുപോലെ തന്നെ തുടർന്നിട്ട് പ്ലൂറൽ വെർബുമാണ് വന്നിട്ടുള്ളത്. 2000 people പ്ലൂറലാണ്. പീപ്പിൾ എന്നുള്ളത് ഓൾറെഡി പ്ലൂറലാണ്. പിന്നെ വരുന്നത് ഹാവ് ബീൻ, ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് പറഞ്ഞ കണ്ടീഷൻ. മോർ ദാനിന് ശേഷം പ്ലൂറൽ നൗൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 22 റൂൾസ് നിങ്ങൾ പറ്റുന്നത് പഠിക്കുക. 22 റൂൾസ് ഉണ്ടെങ്കിലും അതിന്റെ സബ് റൂൾസ് പോലെ പലതിലും NP ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് അതിന്റെ അറ്റൻഷൻ ചെറിയ മാറ്റമുള്ള കണ്ടീഷനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് ഏകദേശം 30ഓളം നിയമങ്ങളാണ് കോൺകോഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ 30ഓളം നിയമങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഡെയിലി ഒരു 10 മിനിറ്റ് വേണ്ടി ഒരു റിവിഷൻ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് എന്തായാലും വളരെയധികം പോസിബിലിറ്റി കൂടുതൽ കിട്ടാറുണ്ട്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇത് ബേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഇന്ന റോൾ ബേസ്ഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കോൺകോഡ് സ്റ്റാർട്ടിംഗ് ആണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ സെഷന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാ ദിവസവും പഠിച്ചു വെക്കുക. ക്ലാസ് കഴിഞ്ഞു വൈകിട്ടാണ്. എനിവേ ഓക്കെ, ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.